അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു കച്ചി ബിരിയാണിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഉള്ളി തക്കാളി ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തക്കാളി ഒന്നും നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഓയിലാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1 കിലോ അരി 1 കിലോ ചിക്കനുള്ള ഒരു അളവിലേക്കാണ് പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് അരിയിലും ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ഉള്ളിയുടെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക. ഇനി ഈ ഒരു ഉള്ളി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കരിയിച്ചെടുക്കരുത്, ഇത്രയും മതി. നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അത് ഈ ഒരു ബിരിയാണിക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു ടേസ്റ്റിന് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 1 കിലോ ചിക്കനാണ്. അത് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് വലിയ പീസസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കുക. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി നിങ്ങൾക്ക് കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. സാധാരണ നമ്മൾ മലബാർ ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പൈസസൊന്നും നമ്മൾ ചേർക്കാറില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളകും മഞ്ഞളും മല്ലി എല്ലാം എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഇത് സാധാരണ ബിരിയാണി മസാല അല്ല, നോർത്ത് ഇന്ത്യൻ ബിരിയാണി മസാല തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിന് കുറച്ച് ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിന്ന് ഒരു പകുതി ഉള്ളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള 120 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് തൈരാണ്. തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ തൈര് കുറച്ച് കൂടുതലായിട്ടൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തൈര് കൂടുതലായിട്ട് ചേർക്കാം. നല്ല എരിവ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പുളിയും അതിനനുസരിച്ചിട്ട് തന്നെ വേണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിൽ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്, അതുപോലെ തന്നെ വലിയ ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മല്ലി പുതിന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി എടുത്തിട്ടുള്ളൂ. മല്ലിയും പുതിനയൊക്കെ നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്പൈസസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് സ്പൈസസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാകത്തിന് ഫ്ലേവറിന് മാത്രം എടുത്താൽ മതി. 1 കിലോയിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, അത്രയൊക്കെ മതിയാവും. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ബിരിയാണി വെക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ തൈരിലൊക്കെ കിടന്നിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒരുപാട് കുക്കാക്കിയിട്ടല്ല നമ്മൾ ദം ചെയ്യുന്നത്. ചിക്കനെ ഇങ്ങനെ ദം ചെയ്തെടുക്കാറുണ്ട് സാധാരണ. ഞാനിവിടെ ഒരു ഹാഫ് വേവാക്കിയിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഒന്ന് കോരി മാറ്റാം. നമുക്ക് ചോറ് ദം ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കന് മുഴുവനായിട്ട് വേവിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസാണ്. അത് നമ്മൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അധികം പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പും കുറച്ച് ഓയിലും ചെറുനാരങ്ങ നീരും മാത്രം ഒഴിച്ചിട്ട് ഒരു ഹാഫ് വേവാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഹാഫ് വേവല്ല, ഒരു 3/4 വേവാക്കിയിട്ട് ചോറ് തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുള്ളതാണ്.
അത് സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ലെയറുകളായിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഓരോ ലെയറിനിടയിലും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഗരം മസാല പൊടിച്ചതൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പം നമ്മൾ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ യെല്ലോ കളർ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നല്ല നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കാവും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ആണ് നമ്മുടെ കച്ചി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക്. സാധാരണ നമ്മുടെ മലബാർ ബിരിയാണി നാടൻ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊരുപാട് മിക്സ് ചെയ്തെടുക്കാറില്ല. ആ ഒരു മസാലയും ഇതും കൂടെ ഒന്നിച്ചങ്ങോട്ട് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.